ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതെ, ഇന്ന് ഞാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂവൊക്കെ നേരത്തെ പറിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ ചെമ്പരത്തി നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാനിതെല്ലാം പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം എന്താണ് ഞാനൊന്ന് കണ്ടൻറ്റ് ഇടണം എന്ന് വിചാരിച്ചൊക്കെ, അപ്പം ഇന്നിപ്പോൾ ഒന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇന്ന് വിളക്ക് കത്തിച്ചേക്കാം, നേരത്തെ കുളിച്ച് വിളക്ക് കത്തിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പതിയേട്ടനെ ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ തെങ്ങുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കരിക്കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി 2 എണ്ണം അവിടെ കിടപ്പുണ്ടത്, അത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാം. ഈ തെങ്ങയിൽ നിന്നാണ് കേട്ടോ ആ കരിക്കിട്ടത്. അപ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ പോയി നമ്മുടെ തേങ്ങ ഉടയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് കത്തി കൊണ്ട് തേങ്ങ വെട്ടാൻ അറിയത്തില്ല, കരിക്ക് വെട്ടാൻ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ ഇതുപോലെ കീറത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അത് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചിലതൊക്കെ നമുക്ക് അങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റത്തില്ല, കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ തേങ്ങ കനക്കുറവായതുകൊണ്ട് പൊട്ടിപ്പോവും. അപ്പം ഞാൻ വളരെ സൂക്ഷിച്ച് തന്നെയാണ് അത് എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വെള്ളവും കൂടെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണം കേട്ടോ. അപ്പം എന്തായാലും ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ആ ചൂടത്ത് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമല്ലോ. നാരങ്ങ വെള്ളമാണോ നമ്മൾ ഇടയ്ക്കാരും കുടിക്കുന്നത്, എന്നാൽ ഇതൊരെണ്ണം ചുമ്മാ ഒന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ കടന്നാലും ഇത് ശരിക്കും പറഞ്ഞാൽ തേങ്ങയായിട്ട് നമുക്ക് അരയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പം കരിക്കിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞു, പക്ഷെങ്കിൽ നമുക്ക് കറിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലത്തെ ഒരു ടെക്സ്ചറാണ് അതിൻ്റെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ജ്യൂസ് അടിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് തേങ്ങ പൂളൊക്കെ കൊത്തിയെടുത്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് കുറച്ച് എനിക്ക് മാത്രം മതിയുള്ളൂ. അപ്പം അവരാരും ഇപ്പോൾ തേണ്ണും ശ്രീക്കുട്ടനും ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് പിന്നെ 2-3 ഐസ് ക്യൂബും പിന്നെ 2-3 ഈന്തപ്പഴം ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടു. നട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ആ തേങ്ങാവെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാല്, തിളപ്പിച്ച പാലാണ്, അത് ഒഴിച്ചു. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട, ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ എന്ന് വിചാരിച്ച് അത്രയും ഇട്ടില്ല. അത് പിന്നെ ഞാൻ ആ മിക്സിയിലോട്ട് നന്നായിട്ട് അടിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കേട്ടോ. ചെറുതായ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ കസ്കസ് ഉണ്ടായിരുന്നു, അത് ഇന്നലെ കുറച്ച് എടുത്ത് വെച്ചതാണേ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് കുടിച്ചൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചൂടത്തൊക്കെ കുടിക്കാനൊക്കെ ഇതുപോലത്തെ ഡ്രിങ്ക്സൊക്കെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്.